യാത്രകൾ പൊതുവേ പോകാൻ ഇഷ്ടമുള്ള ഞാൻ ഇന്ന് എൻ്റെ മനസ്സിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതെ, ഗുരുവായൂർ. ഇന്ന് ഗുരുവായൂർ ആനയോട്ടമാണ്. തന്നെയല്ല, ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഇന്ന് വൈകുന്നേരം മുതൽ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മമ്മിയൂരെത്തിയിട്ട് നേരെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്ക് യാത്ര എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവിടെ ജനസാഗരമാണ് കേട്ടോ. ഈ ഗുരുവായൂരപ്പൻ്റെ ഈ ആനയോട്ടം കാണാൻ വേണ്ടിയിട്ട് എത്രയോ സ്ഥലത്തു നിന്നും എത്രയോ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ക്യാമറ ഓണാക്കിയിട്ട് ആ ആന ഓട്ടം ഒന്ന് കൺകുളിർക്കെ കാണാനുള്ള നമ്മുടെ ഭക്തന്മാരുടെ ആവേശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വളരെ ഭക്തി നിർഭരമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ചെന്നപ്പോൾ നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ആനയോട്ടം തുടങ്ങുകയാണ്. അപ്പോൾ മുന്നിലേക്ക് ഒരു 3 ആനയാണ് ആദ്യം ഓടി വന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 ആനയോട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. ആളുകൾ കാത്തിരുന്ന വരുന്നു, ആന ഓടി വരുന്നുണ്ട്. ആനകൾ ഓടി വരികയാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രനടയിലാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ നമ്മുടെ ഗുരുവായൂരിൽ ഉത്സവം തുടങ്ങുകയായി. ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരം 3 മണിക്ക് ആനയോട്ടം ഉണ്ടായിരുന്നു. നാട്ടോട്ട് ഉത്സവം തുടങ്ങുകയാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് നമസ്കാരം. ഭഗവാനി കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിലാണ്, തെക്കേ നടയിലാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം തുടങ്ങുകയായി. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് ആനയോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരെയും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അമ്പലത്തിൽ നിന്നും തിരിച്ച് ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു മനസ്സിലേക്ക് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു പ്രത്യേകതരം ഒരു അനുഭവമാണ് ഗുരുവായൂർ ചെന്നാൽ, അല്ലേ? അതെനിക്ക് മാത്രമല്ല,
പിന്നെ ഇതുപോലെ നമ്മുടെ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഇടിച്ചക്കയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ നാളെ അന്നദാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തും. അവർക്കുള്ള ഭക്ഷണങ്ങളാണ്, അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ തുടങ്ങുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൽ നിന്നും തിരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ അതാ ഞങ്ങൾ പുറത്ത് ഇറങ്ങി. ഞങ്ങൾ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം ആ 2 ആനപ്രതിമകളാണ്. ശരിക്കും എന്തൊരു എന്താ പറയുക, തേജസ്സായിട്ട് ഒരു ജീവനുള്ള 2 ആനകൾ നിൽക്കുന്നത് പോലെയാണ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്കും ഒരു കലാകാരൻ്റെ കഴിവാണത്. തന്നെയല്ല, ഗുരുവായൂരപ്പൻ്റെ, മഹാവിഷ്ണുവിനെ പോലെ തോന്നിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ പ്രതിമ, ഗരുഡൻ, അതുപോലെ തന്നെ നമ്മുടെ മമ്മിയൂർ, അതിൻ്റെ അത്, അങ്ങനെ ഒരുപാട് പ്രതിമകൾ, നല്ല നല്ല നമുക്ക് മനസ്സിനും കണ്ണിനൊക്കെ കുളിർമയേകുന്ന തരത്തിലുള്ള പ്രതിമകൾ. തിരിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോയി. അമ്പലക്കുളമാണ് കാണുന്നത്. അവിടെ ഗുരുവായൂരപ്പൻ ആ കുളത്തിൽ നടുവിലിരിക്കുന്നത് വളരെ കൗതുകമുണർത്തുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഈ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള അമ്പലത്തിലേക്ക് ആരെങ്കിലും നിങ്ങൾ പോയിട്ടുണ്ടോയെന്നും അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ചെയ്യണേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം, അവിടത്തെ ശംഖമാണെൻ്റെ കണ്ഠം. കാളിന്തി പോലെ ജനപ്രവാഹം, ഇതു കാൽക്കലേക്കോ വാഗച്ചാർത്തിലേക്കോ. ഗുരുവായൂരപ്പ, എനിക്ക് ഒരു ഉണ്ണിക്കണ്ണനെ സമ്മാനിച്ച ഭഗവാനെ, ഇതിൽ പരം എന്ത് സന്തോഷമാണ്. മനസ്സുരുകി ഗുരുവായൂരപ്പനെ വിളിച്ചാൽ ഏത് സമയത്തും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്ന് 100% എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നല്ലൊരു മനസ്സിലേക്ക് സന്തോഷമുള്ളൊരു ദിവസത്തോടുകൂടെ കടന്നു പോയൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ ഈ ഉത്സവം എല്ലാവരും കാണാൻ ഗുരുവായൂരേക്ക് വരണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നാളെ മുതൽ ഉത്സവം തുടങ്ങും. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ വന്ന് ഉത്സവത്തിൽ പങ്കെടുക്കുകയും ഭഗവാന്റെ അനുഗ്രഹത്തിൽ പ്രാർത്ഥനാഭൂതരാവുകയും അന്നദാനത്തിൽ പങ്കെടുക്കുകയും എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു.